നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിൻ്റെ ആ മന്ത്രിമന്ദിരത്തിൻ്റെ ഒരവസ്ഥ ഇന്ന് പുലർച്ചെ കോൺഗ്രസ് പ്രവർത്തകർ ഇരിച്ചു കയറി കാട്ടിക്കൂട്ടിയത് കേട്ടാൽ നിങ്ങൾ അമ്പരന്ന് പോകും. മന്ത്രിമന്ദിരത്തിന് കാവൽ വെറും 3 പോലീസുകാർ. ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസുകാർ ഇരച്ചെത്തിയപ്പോൾ പോലീസുകാർ ഭയപ്പെട്ടു. യൂത്ത് കോൺഗ്രസുകാർ മന്ത്രിമന്ദിരത്തിൻ്റെ വാതിൽപ്പടിയിലെത്തി. തുടർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പടപട ചീമുട്ട എറിഞ്ഞു. മന്ത്രിയുടെ വസതി നിറയെ ചീമുട്ട. ഇതിൽ പരം ഒരപമാനമുണ്ടോ മന്ത്രി വീണയ്ക്ക്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്ന് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തേക്കിറക്കിയപ്പോൾ ഒരു കൂട്ടം DYFI പ്രവർത്തകരും ഗുണ്ടകളുമൊക്കെ രാഹുലിന് നേർക്ക് പടപട ചീമുട്ടകൾ എറിഞ്ഞിരുന്നു. അന്ന് പോലീസ് കസ്റ്റഡിയിൽ നിൽക്കവേ രാഹുലിൻ്റെ നേർക്കുവന്ന ചീമുട്ടകൾ തടയാൻ പോലീസ് പോലും മിനക്കെട്ടില്ല. മന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ രാഹുൽ ഫാനും നുഴഞ്ഞു കയറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു CPM മന്ത്രിയുടെ വസതിയിലേക്കാണ് പടപട ചീമുട്ടകൾ എറിഞ്ഞത്. മന്ത്രിമന്ദിരത്തിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ വീടിന് മുന്നിൽ ഒരു റീത്തും വച്ചിരുന്നു. ഇതോടെ വലിയ അപമാനമാണ് സർക്കാരിനുണ്ടായത്. സതീശനാണ് യൂത്ത് കോൺഗ്രസുകാരെ റീത്തുമായി മന്ത്രിമന്ദിരത്തിലേക്ക് പറഞ്ഞുവിട്ടത് എന്ന് CPM പ്രതികരിച്ചു. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നായി സതീശൻ. ഇനി നാളെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ നേർക്ക് ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാർ പാഞ്ചെടുത്താലോ? വല്ലാത്ത ഭീതി CPMനെ വേട്ടയാടുന്നു. സാധാരണ ശൈലിയിൽ ഇപ്പോൾ CPM തിരിച്ചടിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സതീശന് മുന്നറിയിപ്പ് നൽകുന്നത് കടുത്ത ഭാഷയിൽ. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചത് ഭരണപക്ഷത്തെ ചൊടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് നേർക്ക് ആക്രമണമുണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകുന്നത്. VD സതീശൻ്റെ പുതുയുഗ യാത്രയിൽ ഉൾപ്പെടെ കടന്നു കയറി കരിങ്കൊടി പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്ന സതീശന് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലോ പറവൂരിലെ സ്വകാര്യ വസതിയിലോ MLA ഓഫീസിലോ കടന്നു കയറി CPM, DYFI, SFI പ്രതിഷേധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ സതീശനെ അപകടപ്പെടുത്താനുള്ള സാധ്യത വരെയുണ്ട്. സതീശനെ വിരട്ടി പ്രതിപക്ഷ സമരങ്ങൾ തടയിടാനാണ് ഇപ്പോൾ ഭരണപക്ഷ പാർട്ടിയുടെ നീക്കം. ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുന്നതിനുള്ള സുരക്ഷാ മുൻകരുതൽ വേണമെന്നാണ് സതീശനോട് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിലും പരിപാടികളിലും താമസ സ്ഥലത്തുമൊക്കെ തികഞ്ഞ ജാഗ്രത ഉണ്ടാവണമെന്ന്. എന്നാൽ പ്രത്യേകിച്ചൊരു ജാഗ്രതയ്ക്കും താൻ ശ്രമിക്കില്ല. തനിക്ക് നേരെ ആക്രമിക്കാൻ വരുന്നവർ വരട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച സംഭവത്തിൽ പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ച. മുഖ്യമന്ത്രി കലിച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ മന്ത്രിയായ V ശിവൻകുട്ടിക്കും ഭയം ഉള്ളിൽ തട്ടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൂടുതൽ പോലീസുകാർ അവിടെ എത്തിയത്. ഭാഗ്യത്തിന് വീണ ജോർജ് അപ്പോൾ മന്ത്രിമന്ദിരത്തിലില്ല. എങ്കിലും യൂത്ത് കോൺഗ്രസ് ഒന്നും മെഴുകി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് എടുത്തിരിക്കുന്നത് ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസ്. ആലപ്പുഴയിൽ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇപ്പോഴിതാ പ്രതിഷേധം നടത്തിയ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. കലാപശ്രമത്തിനും അതിക്രമിച്ചു കടന്നതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. മന്ത്രിമന്ദിരത്തിൻ്റെ ഗേറ്റും ലോക്കും തല്ലി തകർത്തു. 28,000 രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നൊക്കെ FIRൽ പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് ഒന്നാം പ്രതി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നു. പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തിട്ടാണ് തൻ്റെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസുകാർ റീത്ത് വെച്ചത് എന്ന് മന്ത്രി വീണ ജോർജ് ആരോപിച്ചിരുന്നു. കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നാണ് വീണയുടെ നിലപാട്. കൃത്യമായ അന്വേഷണത്തിന് തീരുമാനമെടുത്തുവത്രേ. ഏത് ചികിത്സാ പിഴവാണെങ്കിലും അതൊരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്നു. ആരോഗ്യവകുപ്പ് മോർച്ചറിയിലാണ് എന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ഇപ്പോൾ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധ സമരത്തിന് മുന്നിൽ വിരണ്ടുണങ്ങി നിൽക്കുന്ന ഭരണപക്ഷത്തെയാണ് കേരളത്തിന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുമെന്നൊക്കെ അങ്ങോട്ടേക്ക് കയറി ഭീഷണിപ്പെടുത്തുന്നത്. പൊതുവെ CPM നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ ഹാലിളകി നിൽക്കുന്ന അവസ്ഥ. കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ദേവികുളം MLA A രാജ. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണ് MLAയെ പ്രകോപിപ്പിച്ചത്. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ CV ഗായത്രി MLA ഫോണിൽ വിളിച്ച് ഒന്ന് ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ ഗായത്രി കട്ടയ്ക്ക് തിരിച്ചടിച്ചു.
റവന്യൂ ഉദ്യോഗസ്ഥർ അടിമേടിക്കുമെന്ന് MLA സംസാരത്തിനിടെ ഭീഷണിപ്പെടുത്തി. നിയമം നോക്കിയാൽ നാട്ടിൽ കെട്ടിടങ്ങൾ ഉയരില്ല എന്ന് MLA തൻ്റെ ഫോൺ സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ നിയമപരമായ കാര്യങ്ങളെ തനിക്ക് ചെയ്യാൻ കഴിയൂ എന്ന് തഹസിൽദാർ കട്ടയ്ക്ക് മറുപടി നൽകി. യൂത്ത് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന വിധം ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തര വകുപ്പ് പോലീസിനോട് നിർദ്ദേശിച്ചു. നിലവിൽ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ നടത്തിയ പ്രതിഷേധത്തിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസുകാരെ അതിക്രമിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ. അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ പൂർണ്ണ ശ്രദ്ധ വേണമെന്ന് പോലീസിനോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു. വീടിന് മുന്നിൽ റീത്തു വെച്ചു, വീടിനുള്ളിലേക്ക് ചീമൊട്ട വലിച്ചെറിഞ്ഞു. ഒടുവിൽ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധ സമരവും നടത്തി. ഗേറ്റിൽ കരിങ്കൊടി തൂക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹാലിളക്കി. ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണ വിഷയമായി ഉപയോഗിക്കുന്നത്. ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആക്രമണമെന്ന അവസാന തന്ത്രം പുറത്തെടുത്ത് നിൽക്കുന്ന CPM പാർട്ടിയും ഭരണപക്ഷവും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.